എല്ലാവർക്കും നമസ്കാരം. ഞാൻ JP. ഇത് കാണുന്ന ഓരോരുത്തർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇങ്ങനെ ആശംസിക്കുമ്പോൾ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം, എല്ലാ ദിവസവും എല്ലാവർക്കും നല്ലതായിക്കൊള്ളണമെന്നില്ല. ചിലതൊക്കെ മോശമായിരിക്കും. നമ്മുടെയൊക്കെ ലൈഫിൽ കുറേ നല്ല ദിവസങ്ങളുണ്ടാവും, കുറച്ച് മോശമായ ദിവസങ്ങളുണ്ടാവും. നല്ല ദിവസങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിക്കും. മോശം ദിവസങ്ങളാണെങ്കിൽ അത് നമ്മളെ കുറച്ചെങ്കിലും ഡെസ്പാക്കും. ചിലർക്ക് അത് അവരുടെ ലൈഫ് തന്നെ മടുക്കുന്ന പോലെ തോന്നും. വേറെയും ചിലരുണ്ട് ഈ ഒരൊറ്റ ദിവസം കൊണ്ട് അവരുടെ ജീവിതത്തെ അളന്ന് ഇടയ്ക്ക് വെച്ച് യാത്ര നിർത്തി പോകുന്നവർ. നിസ്സാര കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിന്റെ യാത്ര പകുതിക്ക് വെച്ച് നിർത്തിപ്പോകുന്ന ഒരുപാട് ആളുകളെ കുറിച്ച്, അതുപോലുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ ദിവസം കാണും കേൾക്കും ചെയ്യാറുണ്ട്. ഈ അടുത്ത ദിവസം തന്നെ ഈ കൊറോണ കാലത്ത് ചാൻസുകൾ നഷ്ടപ്പെട്ട് വരുമാനം നിലച്ച വെബ് സീരീസിൽ അഭിനയിക്കുന്ന ഒരു നടൻ അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഈ ഭാര്യ അദ്ദേഹത്തെ കാണുന്ന സമയത്ത് അദ്ദേഹം സൂയിസൈഡ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇതുപോലെ പല ആളുകളും ഉണ്ടായിരിക്കും. ജീവിതത്തിന്റെ മോശം സാഹചര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവർ. നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കുകയും, നമ്മുടെ ലൈഫിൽ എത്ര ദിവസങ്ങളുണ്ട്, അതിൽ വളരെ കുറച്ച് ദിവസമായിരിക്കും ചിലപ്പോൾ മോശമായിട്ടുള്ളത്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തോടെ. നമ്മൾ അരി വാങ്ങിക്കുമ്പോൾ ഒരുപാട് വില കൂടിയതല്ല, സാധാരണ അരി വാങ്ങിക്കുന്ന സമയത്ത് ആ വെള്ള അരികൾക്കിടയിൽ കുറച്ചെങ്കിലും കറുത്ത അരികൾ ഉണ്ടാവും. എന്ന് വെച്ച് നമ്മൾ ആ അരി മുഴുവനായിട്ട് കളയാറുണ്ടോ? നമ്മൾ അതിലെ കറുത്ത അരികൾ മാത്രം മാറ്റി വെളുത്ത അരി, ബാക്കിയുള്ള അരി നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ ആയിരിക്കണം നമ്മുടെ ലൈഫിൽ. മോശമായ ദിവസങ്ങളെ ഒഴിവാക്കി നല്ല ദിവസങ്ങളെ മാറോട് ചേർത്ത് നെഞ്ഞോട് ചേർത്ത് ജീവിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ജസ്റ്റ് എ ബാഡ് ഡേ, നോട്ട് എ ബാഡ് ലൈഫ്. അങ്ങനെ ആയിരിക്കണം. നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് നല്ല ദിവസങ്ങൾ ഉണ്ടാവും. മോശം വരുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെ നല്ല ദിവസങ്ങളെ കുറിച്ച് ആലോചിക്കും. എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ, ലേബർ റൂമിന്റെ മുൻപിൽ നമ്മൾ കുറേ നേരം കാത്തു നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് നഴ്സ് വന്ന് പറയാം, ഇതാ നിങ്ങളുടെ മോൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ തരുന്ന ദിവസം. അതായിരിക്കും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസം. അതുപോലെ തന്നെ നിങ്ങൾക്കും കുറേ പ്രിയപ്പെട്ട ദിവസങ്ങൾ, നിമിഷങ്ങൾ ഉണ്ടാവും. മോശം വരുന്ന സമയത്ത് കഴിഞ്ഞുപോയ ആ നല്ല നിമിഷങ്ങളെ കുറിച്ച് ഓർക്കുക. എന്നിട്ടും ഡെസ്പാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ വലിയ പ്രോബ്ലംസ് ആണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോവാം, അവിടെ ഏതെങ്കിലും വാർഡിൽ പോവാം, അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികളുടെ വാർഡുകൾ വിസിറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കഷ്ടപ്പാടുകൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ അതൊന്നുമല്ല എന്നുള്ളത്. നമ്മുടെയൊക്കെ ലൈഫിന്റെ ഒരു 10% മാത്രമാണ് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കുന്നത്. ബാക്കിയുള്ള 90% നമ്മൾ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ സന്തോഷമാവാം, സങ്കടമാവാം, ദേഷ്യമാവാം. നിങ്ങളുടെയൊക്കെ ലൈഫിൽ ആ 10%തോട് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും അനുകൂലമായി പെരുമാറാൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഒരു നല്ല ദിനം നേർന്നുകൊണ്ട്, അഥവാ നല്ലതല്ലെങ്കിൽ അത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും, വരാനിരിക്കുന്ന കുറേ നല്ല ദിവസങ്ങൾക്കായിട്ട്. ഓക്കെ, താങ്ക് യു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ.